ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന വൈറൽ ബിരിയാണിയാണ് കേട്ടോ. വൈറൽ മിക്സ് ബിരിയാണി, ചിക്കൻ മിക്സ് ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് പറയാം. അപ്പോൾ നമ്മൾ ആദ്യം ചട്ടി വെച്ചു. ചട്ടി ചൂടായ ശേഷം അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് പട്ടയും അതിലേക്ക് കറുവപ്പട്ടയും അതൊരു ഏലക്ക ഇട്ട് കൊടുത്തു. അതിന് ശേഷം സവാള അരിഞ്ഞിട്ട് കൊടുത്തു. 4 വലിയ സവാളയാണ് അരിഞ്ഞത്. അതൊന്ന് നന്നായി വഴറ്റിയ ശേഷം അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. 4 തക്കാളിയാണ്, വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുത്തു. അതൊന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, ഉപ്പ് എല്ലാം കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സാക്കി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച ശേഷം പിന്നെ അതിലേക്ക് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ച് കഴുകി വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം. 2 കിലോ ചിക്കനാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ 1.5 കിലോൻ്റെ ബിരിയാണിയാണ് വെക്കുന്നത്. 1.5 കിലോൻ്റെ അരിൻ്റെ ബിരിയാണിയാണ് വെക്കുന്നത്. അപ്പോൾ നമുക്കിത് ഇറച്ചി ഒന്ന് വേകാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂറോളം ഇറച്ചി വേകാൻ വേണ്ടി വെച്ചു. ഇറച്ചി വെന്ത ശേഷം നമുക്കതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അത് 1.5 കിലോൻ്റെ അരിയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് ചോറ് ആഡ് ചെയ്ത്, അപ്പോൾ ഇതിൽ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് ഞാൻ അരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായി ഇളക്കിയ ശേഷം നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിൽ ഞാൻ 1 കപ്പ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച ശേഷം അരി നന്നായി തിളയ്ക്കും. അപ്പോൾ നമ്മൾ അതിലേക്ക് ഈ തൈര് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു പാക്കറ്റ് തൈരിൽ ഒരു മുക്കാ പാക്കറ്റ് തൈര് ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായി ഇളക്കിയ ശേഷം ഉപ്പൊക്കെ ഒന്ന് കറക്റ്റാണ് നോക്കിയിട്ട് ഉപ്പിടുക. എന്നിട്ട് ലാസ്റ്റ് കുറച്ചുകൂടി മല്ലിയില ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ചോറ് വെന്ത് വന്നിട്ടുണ്ട്. ദമ്മിടാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുവിധം 3/4 ഭാഗം സെറ്റായിട്ടുണ്ട്. നമുക്കൊന്ന് ദമ്മിടാം കേട്ടോ. ഇത് നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയാണ്. അപ്പോൾ നമ്മൾ ദമ്മിട്ടു. അപ്പോൾ നിങ്ങളാരും ഇത് സ്കിപ്പ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ഞാനതിപ്പോൾ 2-3 മണിയായി ഉണ്ടാക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ബിരിയാണി, നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് അതിലേക്ക് ദമ്മ് പൊട്ടിച്ച ശേഷം അതിലേക്ക് ഞാൻ ലാസ്റ്റാണ് ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് കുറച്ചുകൂടി അങ്ങനെ അടുപ്പിൽ വെച്ച് നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം.